സാധാരണ ലൈംഗിക ആരോപണ കേസുകളൊക്കെ ഉണ്ടാകുന്നത് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ അവളുടെ സമ്മതമില്ലാതെ ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു, ചൂഷണം ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നാണ്. ഇവിടെ ഇപ്പം നേരെ തിരിച്ച് ഒരു ഉൾട്ടാ കേസ് വന്നിരിക്കുന്നു. ഉൾട്ടാ എന്ന് പറഞ്ഞാൽ നേരെ വിപരീതം. ഇവിടെ ഒരു സ്ത്രീ ഒരു പുരുഷനെ പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു, ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണ് കേസ്. അപ്പോൾ അതിൽ തമാശ കേസ് കൊടുത്തത് ജോൺ ഡോ എന്ന പേരിലാണ്. ജോൺ ഡോ എന്ന് പറഞ്ഞാൽ ഈ അജ്ഞാതരായിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അങ്ങനെ പേര് കൊടുക്കുന്നത്. ജോൺ ഡോ പിന്നെ പുരുഷനാണെങ്കിൽ, ഇനി ജെയിൻ ഡോ സ്ത്രീയാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ ന്യൂയോർക്ക് പോസ്റ്റ് പത്രം തപ്പിപ്പിടിച്ച് ആരാണ് കേസ് കൊടുത്തതെന്ന് കണ്ടെത്തി. അപ്പം ഈ കഥാപാത്രങ്ങൾ JP മോർഗനിൽ പിന്നെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റോ മറ്റായ ഒരു വനിതയാണ് പിന്നെ ഒരു കഥാപാത്രം. പിന്നെ മറ്റേ കഥാപാത്രം ഒരു ഇന്ത്യക്കാരനാണ്, പിന്നെ ചിറായു റാണ എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ ഈ സംഭവം ഇതാണ്, 2024 ഈ ചിറായു റാണ അവിടെ JP മോർഗനിൽ ബാങ്കറായിട്ട് ചേരുന്നു. പക്ഷേ വൈകാതെ ഈ സ്ത്രീയിൽ നിന്ന് 37 വയസ്സേ ഉള്ളവർക്ക് അവരിൽ നിന്ന് ലൈംഗികമായിട്ടുള്ള താല്പര്യം ഇയാൾക്ക് നേരെ പ്രകടിപ്പിച്ചു തുടങ്ങി. അങ്ങനെ ആ രീതിയിലുള്ള സംസാരങ്ങളും, നിങ്ങളെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ. പിന്നീട് ഇവർ ഈ ലൈംഗികമായിട്ട് ഇയാളെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിനുള്ള ചില തെളിവുകൾ പിന്നെ ഒരു സുഹൃത്തിൻ്റെ പിന്നെ കാര്യമൊക്കെ ഈ കോടതിയിൽ കൊടുത്ത രേഖയിൽ പറയുന്നുണ്ട്. ഒരു സുഹൃത്ത് ഒരു അപ്പാർട്ട്മെൻറ്റ്, ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് ചെന്നു. അപ്പോൾ ഈ ഇയാളും ഉണ്ടായിരുന്നു, ആ സ്ത്രീയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ത്രീ പിന്നെ ഈ നഗ്നയായിട്ട് ഇയാളുടെ അടുത്ത് ചെന്ന് ഇയാളെ കൂടി അവരുടെ കൂടെ പിന്നെ കൂട്ടാനായിട്ട് ചെന്നു. അപ്പം 3 പേര്. അപ്പം പിന്നെ ഇയാൾ സമ്മതിച്ചില്ല. അപ്പം പിന്നെ ഈ സ്ത്രീ തിരിച്ചു പോയി. അതിനുശേഷം അപ്പോഴുണ്ട് ഇയാൾ ചിറായൂരാന പിന്നെ നോ എന്നും പറഞ്ഞ് അവരെ വിലക്കുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, ഈ ജ്യൂസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം പറയാനായിട്ട് നമുക്ക് താല്പര്യമില്ല. ഇങ്ങനൊരു കേസുണ്ടായെന്ന് മാത്രമാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം താല്പര്യമുള്ള കാര്യം. അപ്പോൾ എങ്ങനെയായാലും പിന്നെ ഈ കേസ്, അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയിരിക്കുന്നത് ഈ ന്യൂയോർക്ക് പോസ്റ്റ് ഈ ആളാരാണെന്ന് തപ്പിപ്പിടിച്ചു എന്നുള്ളത് മാത്രമല്ല, അവർ എഴുതുന്നതെല്ലാം ഇത് ഫാബ്രിക്കേറ്റഡ് കേസാണ്. അതായത് ഇയാൾ കള്ളക്കേസാണ് കൊടുത്തിരിക്കുന്നത്. അത് പറയാനായിട്ടൊരു പത്രത്തിന് എങ്ങനെയാണ് കഴിയുക? അത് കോടതിയിൽ പോയ ഒരു കേസാണ്. ആ കോടതി വിചാരണ നടക്കണം. ഈ ജഡ്ജിയും ജൂറിയും ഒക്കെ അവരാണ് തീരുമാനിക്കേണ്ടത് ഇത് പിന്നെ കള്ളക്കേസാണോ അല്ലയോ എന്ന്. അത് പിന്നെ സാക്ഷികളെയൊക്കെ വിസ്തരിച്ചുകൊണ്ട്. പിന്നെ ഇയാളുടെ വക്കീലും പറയുന്നുണ്ട് പിന്നെ കള്ളക്കേസൊന്നുമല്ല, അതിന് ഈ വിധി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഇയാൾ പിന്നെ ഈ സ്ഥാപനത്തിൽ പരാതിപ്പെട്ടു. പക്ഷേ സ്ഥാപനത്തിൽ പരാതിപ്പെട്ട് കാര്യമായ നടപടി ഇയാൾ അതിനോട് സഹകരിച്ചില്ല എന്നാണ് സ്ഥാപനം പറയുന്നത്. നേരെ മറിച്ച് ആ സ്ത്രീ സഹകരിച്ചു. അവർ തെളിവുകളൊന്നും കണ്ടില്ല എന്ന് പറയുന്നു. എന്തായാലും ഈ 2024 അവിടെ ചേർന്ന വ്യക്തി ആ വർഷം അവസാനമായപ്പോഴത്തേക്ക് അവിടുന്ന് രാജിവെച്ചു. അതിനുശേഷം അങ്ങനെ വേറെ ഏതൊരു കമ്പനിയിൽ ഒരു 3 മാസം ജോലി ചെയ്തു. അതിനുശേഷമാണ് ഈ കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ സംഭവിച്ച കാര്യങ്ങൾ ഇത് സംഭവിച്ചിട്ടേ ഇല്ല എന്ന് കമ്പനി ഒരു നിലപാടെടുത്തു. അതിന് പുറമെ ആദ്യം ഏതാണ്ട് 20 മില്യൺ നഷ്ടപരിഹാരം ചോദിച്ചു. കമ്പനി 1 മില്യനൊക്കെ കൊടുക്കാമെന്നാണ് പറഞ്ഞതെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ അതിന് സമ്മതിച്ചില്ല, വക്കീലൊന്നും സമ്മതിച്ചില്ല. ഒരു 11.5 മില്യനെങ്കിലും കിട്ടിയാൽ പിന്നെ ഈ ഒത്തുതീരാമെന്നുള്ള രീതിയിൽ വക്കീലോ മറ്റോ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഈ പത്രവാർത്തയാണ്. ന്യൂയോർക്ക് പോസ്റ്റാണ് ഇങ്ങനെയുള്ള ജ്യൂസി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. എങ്ങനെയായാലും ആ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അത് വിചാരണയും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഒരു പത്രം ഇങ്ങനെ നടന്നിട്ടേ ഇല്ല എന്ന് തീർത്തു പറയുന്നതാണ് എനിക്ക് ഏറ്റവും അതിശയമായിട്ട് തോന്നിയിരിക്കുന്നത്. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇയാൾ ഈ ചിറായു റാണ കാണിച്ച ഒരു കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. ഇങ്ങേരുടെ പിതാവ് മരിച്ചു എന്നും പറഞ്ഞ് 3 മാസത്തെ ലീവ് എടുത്തു. പിന്നെ എത്രയോ നാളത്തെ ലീവ് എടുത്തു. എന്നാൽ പിതാവ് പിന്നെ വിർജീനിയയിലെ വിയന്നയിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം പിതാവിനെ ഇവർ ബന്ധപ്പെട്ടു. പിതാവ് പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്ക് അറിഞ്ഞുകൂടാ, മകനൊരു നല്ല ആളാണ്, ചീത്ത കൂട്ടുകെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയായാലും ഈ പത്രപ്രവർത്തനം പിന്നെ ഏതെല്ലാം രീതിയിലേക്ക് വരാം എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ന്യൂയോർക്ക് പോസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രസിഡന്റ് ട്രംപിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറാണ് അവർ. പ്രസിഡന്റ് ട്രംപ് ഈ എക്സ്ക്ലൂസീവായിട്ടുള്ള വാർത്തകളൊക്കെ കൊടുക്കുന്നതും അവർക്കാണ്. എല്ലാ കാര്യങ്ങളും പ്രസിഡന്റ് പറയുന്നത് അതേപടി വള്ളിപുള്ളി തെറ്റാതെ കൊടുക്കുകയും മാഗ റിപ്പബ്ലിക്കൻസിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പത്രമാണ്. അത് നമ്മുടെ റൂപ്പർട്ട് മർഡോക്കിൻ്റെ പത്രമാണ്. വാൾ സ്ട്രീറ്റ് ജേർണലും ഇതെല്ലാം ഒരേ കാറ്റഗറിയിൽ പെടുന്നതാണ്. പക്ഷേ വാൾ സ്ട്രീറ്റ് ജേർണൽ പ്രസിഡന്റിനെതിരെയും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ പിന്നെ കൊടുക്കാറുണ്ട്. ഇവർ പിന്നെ അങ്ങനെയുള്ള ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. എന്തായാലും ഇങ്ങനെയുള്ള കേസുകൾ, ഇങ്ങനെ ഈ ഉൾട്ടാ കേസുകൾ ഉണ്ടാകുന്നു എന്നുള്ള
ഒരു അക്കാഡമിക് താല്പര്യമാണ് നമുക്കിതിലുള്ളത്. അതിൽ കൂടുതൽ പിന്നെ കോടതിയിൽ വരട്ടെ, കേസ് തീരുമാനമാകട്ടെ. അപ്പോൾ പിന്നെ നമുക്കും അറിയാമല്ലോ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. പക്ഷേ പത്രങ്ങളെല്ലാം ഇങ്ങനെ താല്പര്യങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം.